KPCC പുനഃസംഘടനയിലെ അതൃപ്തി പൊട്ടിത്തെറിയിലേക്ക്. സംഘടനാ സെക്രട്ടറിമാരെ തീരുമാനിക്കുന്നത് വൈകിയാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് VD സതീശൻ നേതൃത്വത്തെ അറിയിച്ചു. നിസ്സഹകരണ നീക്കത്തിനും ഈ വിഭാഗം ഒരുങ്ങുന്നുണ്ട്. അതിനിടെ ലത്തീൻ സമുദായത്തിന് പുനഃസംഘടനയിൽ പ്രാതിനിധ്യം കുറഞ്ഞതായി KPCC അധ്യക്ഷനെ വേദിയിലിരുത്തി കണ്ണൂർ രൂപതാ ബിഷപ്പ് പറഞ്ഞു. പ്രത്യേകിച്ച് സാമുദായിക പരിഗണനകൾ രാഷ്ട്രീയ രംഗത്താണെങ്കിലും അധികാരത്തിലെ രംഗത്താണെങ്കിലുമൊക്കെ കൂടുതൽ ഇതുപോലുള്ള സമുദായങ്ങളെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചപ്പോൾ 3 അംഗങ്ങൾ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടുകൂടെ അതുപോലെ തന്നെ ആദരവോടുകൂടെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നതാണല്ലോ നല്ലത് ഞാൻ കരുതുന്നു. ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും പിന്തുണച്ച ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനെതിരെ സണ്ണി ജോസഫും ഇന്ന് രംഗത്ത് വന്നു. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട് കോൺഗ്രസ്. എല്ലാ കാര്യങ്ങളും. കൂടുതൽ വിവരങ്ങളുമായി റോഷി, ഈ സഭയുടെ എതിർപ്പിനെ വകവയ്ക്കുന്നില്ല എന്നതാണോ ഇപ്പോൾ തീരുമാനം? ലത്തീൻ രൂപതയുടെ പ്രതികരണം കണ്ടു, ഓർത്തഡോക്സിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതിനോട് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്താണത് സൂചിപ്പിക്കുന്നത്? അരുൺകുമാർ, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അമർഷം പുകയുന്നുണ്ട്. അതിനിടയിലാണ് സഭകൾ കോൺഗ്രസിനെതിരെ നിലപാടെടുക്കുന്നത്. കാരണം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളിലെ പ്രതിനിധികളെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ അവഗണിച്ചു എന്ന ആക്ഷേപമാണ്. അത് ഓർത്തഡോക്സ് പ്രതികരിക്കുന്നു, അതിന് പിന്നാലെ ലത്തീൻ സഭയുടെ പ്രതികരണം വരുന്നു. അബിനും ഒപ്പം ചാണ്ടി ഉമ്മനുമൊക്കെ ഞങ്ങളുടെ മക്കളാണെന്ന് ഓർത്തഡോക്സിന്റെ മെത്രോപൊലിത്ത പറയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുന്നു. അതേസമയം KPCC നേതൃത്വം പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടുകളും കോൺഗ്രസിന്റെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതും തീരുമാനിക്കേണ്ടത് സഭയല്ല. അങ്ങനെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ച് സണ്ണി ജോസഫ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കോൺഗ്രസിന്റെ ഭാരവാഹികളെ നിശ്ചയിക്കേണ്ടതില്ലെന്ന കൃത്യമായ നിലപാടിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തുകയാണ്. യാതൊരു തരത്തിലും സഭകളുടെ മുന്നിൽ മുട്ടുമടക്കില്ലെന്ന പ്രഖ്യാപനം സണ്ണി ജോസഫ് നടത്തിയതോടെ ഒന്ന് വ്യക്തമായി. ഇനി അങ്ങോട്ട് KPCC ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ സഭകൾക്ക് ഇടപെടാൻ കഴിയില്ല. സഭകളുടെ നിർദ്ദേശങ്ങളോ അഭ്യർത്ഥനകളോ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കില്ല. നേരത്തെയൊക്കെ സമുദായങ്ങൾക്ക് വേണ്ടി പരിഗണിക്കുമായിരുന്നു. അവർ നിർദ്ദേശിക്കുന്ന പേരുകൾ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും, ഭാരവാഹികളായി പരിഗണിക്കും. അത് സമുദായ സംഘടനകൾ മാത്രമല്ല, ഓരോ സഭകൾക്ക് കൃത്യമായ പരിഗണന നൽകുമായിരുന്നു. അതായിരുന്നു അത് കീഴ്വഴക്കം. ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം.